ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വിഷു ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെയൊക്കെ? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വിഷുവിൻ്റെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാട്ടോ. നമ്മുടെ ലുലുലാണ് വന്നേക്കുന്നത്, റംലി മാളിൽ. മോൻ്റെ ക്ലാസ് കഴിഞ്ഞ് മോനെ പിക്ക് ചെയ്തുകൊണ്ടാണ് റംലി മാളിലോട്ട് വന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ചായിട്ട് എടുത്തോളൂ, വളരെ കുറച്ചായിട്ട്. കാരണം ഫ്രൂട്ട്സ് ഒന്ന് പെട്ടെന്ന് അഴുക്കായി പോകുമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് ആ കണി വെക്കാൻ വേണ്ടി മാത്രമുള്ള ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. കുറച്ച് ഭംഗിയായിട്ടൊക്കെ എടുത്തു. ഇപ്പം മുന്തേക്കൊലയൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ഭംഗിയിൽ എടുക്കണമല്ലോ വെക്കുമ്പോൾ. അപ്പം അങ്ങനെ നോക്കി ഓരോ ഐറ്റംസ്, ഇപ്പം പ്ലമ്മൊക്കെ ആണെങ്കിൽ 2 പീസ്, ഓറഞ്ച് ആണെങ്കിൽ 2 പീസ്, ഒരു പൈനാപ്പിൾ, അങ്ങനെ ഓരോ സാധനവും ഞാൻ കുറച്ചായിട്ട് എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ കണിക്കൊന്നെന്ന് പറഞ്ഞ സാധനം കാണാൻ പോലും ഇല്ല. അപ്പോൾ ആ ചേട്ടനത്തെ ചോദിച്ചപ്പം രാവിലെ 11 മണിക്ക് വെച്ചതാ, പിന്നെ ഈ മൊത്തം തീർന്ന് മുളയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്ക് വെക്കും. എപ്പോൾ തീരുമെന്ന് ഒരു പിടുത്തവും ഇല്ല, അപ്പം തന്നെ തീരാം, ആൾക്കാർ നോക്കിയിരിക്കുകയാണ്, എല്ലാവരും ചോദിച്ചിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ എല്ലാ സാധനങ്ങളും കുറച്ചായിട്ട് എടുത്ത്. എനിക്ക് പിന്നെ സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ സ്ട്രോബെറി 1 പീസ് എടുത്തു. ഞാൻ എടുക്കുന്ന ഓരോ സാധനത്തിൻ്റെ ബില്ലടിക്കാൻ പോകുന്ന കണ്ണനാട്ടോ. അവൻ ഓടി നടന്ന് ബില്ലടിക്കാനും അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാനും ഒക്കെ ഓടുന്നുണ്ട്. എൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഓരോ സാധനങ്ങൾ എടുക്കുന്നു, അവൻ ബില്ലടിക്കാൻ പോകുന്നു. അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടിലുള്ളവർക്ക് സുലഭമായി കിട്ടുന്ന ഈ ചക്ക ഇവിടെ എന്നാ റേറ്റാന്ന് നോക്കിയേ. 600, 700, 800 ഒക്കെ നാട്ടിലെ റേറ്റാണ്. ഇവിടുത്തെ 2 BD, 3 BD, 4 BD എന്ന് പറഞ്ഞിട്ടാണ് ചെറിയ പീസിന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു സെറ്റ് ചെയ്യാനായിട്ട് രാത്രിയിലായി. അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടുള്ളൊരു ഓർമ്മയാണ് ഇപ്പം ഈ ചെയ്യുന്നതൊക്കെ. ഇപ്പം കല്യാണം കഴിയുമ്പോൾ പിന്നെ നമ്മൾ സ്വന്തമായ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പം ഞാനാണ് ചെയ്യുന്നത്. അപ്പം അത് വേറൊരു ഫീലാണ്, ഓരോ നടുക്കി വെക്കുന്നത്, എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടൊരു ഐഡിയയിൽ ചെയ്യുന്നത്. അച്ഛനും അമ്മയും നാട്ടിലാണ്. അപ്പം അവരും ഇതുപോലെ തന്നെ അമ്മ തലേ ദിവസേ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും. അടുത്ത ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും കണി കാണിക്കുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു നൊസ്റ്റു ആണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാനെല്ലാം അടുക്കി എല്ലാം വെച്ചു. പിന്നെ ലാസ്റ്റ് നമ്മുടെ കണിക്കൊന്ന കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കണിക്കൊന്ന കഴിഞ്ഞ വർഷമേ ഇതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണിക്കൊത്തെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മഞ്ഞ ഒരു കണിക്കൊന്ന പോലെ ഒരു പൂവ്. അപ്പൊ അത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ചാൽ അത് തന്നെ ഞാൻ വെച്ചങ്ങ് സെറ്റ് ചെയ്തു. പ്രാവശ്യം വേറെ ഒട്ടും ഒരു തുള്ളിക്കൊന്നപ്പൂ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. എല്ലാം ഒന്ന് സെറ്റാക്കി ഒരുക്കി എല്ലാം വെച്ചു. രാവിലെ അപ്പോൾ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ അവരെ വിളിച്ച് കണി കാണിക്കാം എന്നുള്ള രീതിയിലാണ് സെറ്റാക്കിയത്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു, ഒരു 5:30 ആയപ്പോഴാണ് എഴുന്നേറ്റ് കുളിച്ചു, വിളക്കൊക്കെ ഒന്ന് കത്തിച്ചു, പ്രാർത്ഥിച്ചു. വിഷു എന്ന് പറയുന്നത് ഒരു ന്യൂ തുടക്കമാണല്ലോ, ഒരു ന്യൂ ബിഗിനിങ്ങിനും കൂടെ ആണല്ലോ. അപ്പം അങ്ങനെ രീതിയിൽ നല്ല രീതിയിലൊക്കെ പ്രാർത്ഥിച്ചു. ഒരിക്കലെല്ലാം നല്ലോണം ഒന്ന് കണ്ടു, ഹാപ്പിയായി. പിന്നെ അങ്ങനെയാണ്. പിന്നെ അടുത്ത് നമ്മളെ ഇവരെ വിളിച്ചുണർത്തുക എന്നുള്ളൊരു പരിപാടിയാണല്ലോ. അങ്ങനെ അവരെ വിളിച്ചുണർത്തുന്നത് നല്ലൊരു ടാസ്ക്കാണ്. അപ്പോൾ ഇനി അച്ഛനെ മോനെ ഒന്ന് വിളിച്ചുണർത്തിയിട്ട് വരാം. കണ്ടപ്പം നല്ല ഉറക്കത്തിലായിരുന്നു. അവന് രാവിലെ ക്ലാസ് ഉണ്ട്, ഇവിടെ ലീവില്ലല്ലോ. നാട്ടിലെല്ലാം ഉള്ളു വിഷുവിന് ലീവ് ഉള്ളത്, ഇവിടെ ലീവില്ല. അപ്പം അവന് ക്ലാസ്സിന് പോകണം. അപ്പം അവന് ഈ പറഞ്ഞ പോലെ കണിയൊക്കെ കണ്ടിട്ട് കുളിച്ചിട്ട് വേണം അവന് ക്ലാസ്സിന് പോകാനായിട്ട്. ഇനിയിപ്പോൾ ഏട്ടനെ ഉണർത്തിക്കൊണ്ട് വരാം. ഉണർത്തിക്കൊണ്ട് വന്ന് ഇനി വിഷു കണിയൊക്കെ കാണട്ടെ, എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കൈനീട്ടം വാങ്ങുക എന്നുള്ളതാണ്. അപ്പം കണ്ണപ്പൻ ഹാപ്പിയാണ്. ആ പൈസ വെച്ച് അവന് ക്യാൻറ്റീനിൽ വല്ലതും തട്ടാലോ എന്നുള്ള ഉദ്ദേശത്തിലാണ്, അതിൻ്റെ ചിരിയാണ് കാണുന്നത്. അപ്പോൾ കണ്ണപ്പന് കൈനീട്ടം കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു കൈനീട്ടം വാങ്ങിക്കുന്നതൊക്കെ കൊള്ളാം, തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ തരണം. അപ്പം അവൻ വല്ലാത്തൊരു സൗണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി കോയിൻസ് ഒക്കെ കിട്ടിയെങ്കിലും ആകെ ഒരു കോയിൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, 100 ഫിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ചിരിയാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ പൈസ കിട്ടിയെന്നുള്ള വിചാരിച്ചു. അപ്പം ഇതായിരുന്നു ഞങ്ങൾ ഒഴുക്കിയ കണി കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതായിരുന്നു ഞങ്ങൾ ഒഴുക്കിയ കണി. ലുലുവിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഒപ്പിച്ചിട്ടുള്ളൂ, വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഒപ്പിക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം ഒപ്പിച്ച് റെഡിയാക്കിയ ഒരു കണിയായിരുന്നു. ഈ വർഷത്തെ 2025 കണിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. നിങ്ങളെല്ലാവരുടെയും വിഷു എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കണ്ണപ്പന് ഇനി പിന്നെ സ്കൂളിൽ വിടണം, അതിൻ്റെയൊക്കെ തിരക്കുകളായിരുന്നു. പിന്നെ ഞാൻ ഓഫീസിൽ പോയിട്ട് പിന്നെ കണ്ണപ്പനെ എടുക്കുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. സ്കൂളിൽ വിട്ടതേ ഉള്ളൂ, മോനെ എടുത്തിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോയി സദ്യ കഴിക്കാനായിട്ട്. അപ്പം അവനെ വെയിറ്റ് ചെയ്ത് ഒത്തിരി നേരം നിന്നു. ഒത്തിരി പിള്ളേർ പോയതിന് ശേഷം അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ വന്നത്. കണ്ടല്ലേ, വരവ് ഇതാണ്. ഇന്ന് നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി.
ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വിഷുവിന്റെ ഐറ്റംസ് എല്ലാം അച്ചു റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ 1-2 ഐറ്റം നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഒന്ന് ഇത് കിച്ചടിയുണ്ട്, തോരനുണ്ട്, പച്ചടിയുണ്ട്, കൂട്ടുകറിയുണ്ട്, പിന്നെ പരിപ്പ്, എരിശ്ശേരി, സാമ്പാർ, തോരൻ, അവിയൽ. പിന്നെ നമ്മുടെ കടയിൽ നിന്ന് മേടിച്ച 3 ഐറ്റം ഉണ്ട്. അത് എള്ളുണ്ടയും ഉപ്പേരിയും ശർക്കര വരട്ടിയും, പിന്നെ ചോറ്, പപ്പടം, പിന്നെ 2 ഐറ്റം പായസം. ഒന്ന് പാലടയും പിന്നെ ഒന്ന് സേമിയും. ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ വിഷുവിന്റെ ഐറ്റംസ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ വിഷുവിന്റെ വിശേഷങ്ങൾ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ പതുക്കെ വിളമ്പി തുടങ്ങിക്കാണ്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ കേട്ടോ. അങ്ങനെ കണ്ണം പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. അപ്പോഴത്തേനും ഞാനും ഏട്ടനും കൂടെ ഒന്ന് വിളമ്പിയൊക്കെ ചെയ്തു. എല്ലാം ഒന്ന് വിളമ്പി സെറ്റാക്കി. സദ്യ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വല്ലപ്പോഴല്ല നമ്മൾ ഇതുപോലെ കഴിക്കുകയുള്ളൂ. നമ്മൾ പ്രവാസികളാണ്, വല്ലപ്പോഴും നമ്മളിങ്ങനെ കഴിക്കും. നമുക്ക് ഈ കല്യാണം അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ സദ്യ എപ്പോഴും ഒരു സ്പെഷ്യലാണ്. അപ്പം അത് ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോഴേ അതിനൊരു ഭംഗി കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാനും മോനും ഒക്കെ, മോനും ഇതിൻ്റെ അകത്തൊരു പിന്നെ വിളമ്പൽ സ്പെഷ്യലിസ്റ്റ്. അവനും ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ അവനും കൂടെ ഒക്കെ ആയിട്ട് എല്ലാം സെറ്റാക്കി. ഇവിടെ വിഷു ആഘോഷിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ കൊല്ലത്താണ്. അപ്പം ആശ്രമം അമ്പലത്തിൽ പോയി കൃഷ്ണനെയൊക്കെ കണ്ട് അതൊരു പ്രത്യേക ഭംഗി. അവിടെ നിന്ന് തന്നെ അന്നദാനം ഉണ്ട്. അപ്പം അത് കഴിക്കാനായിട്ട് ഭയങ്കര ക്യൂ ആണ്. ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചു എന്തായി, പക്ഷെ അമ്മയ്ക്കൊന്നും കയറാൻ പറ്റില്ല, അത്രയ്ക്ക് ക്യൂ ആയിരുന്നു ഇപ്രാവശ്യം. അങ്ങനെയൊക്കെ ഒരു രസമാണ് നാട്ടിലാണെങ്കിൽ. ഇവിടെ എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളു. പിന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് രാവിലെ പോകാൻ പറ്റി, അതൊക്കെ ഉള്ളൊരു സന്തോഷം ആണ്. പിന്നെ ഇവിടെ ഒരു കൊച്ചു ഗുരുവായൂർ അമ്പലമുണ്ട്. അവിടെ നല്ല രസമാണ് പോയി തൊഴാനും കണി കാണാനും ഒക്കെ നല്ല രസമാണ്. ഞങ്ങളിപ്പോൾ 2 പ്രാവശ്യമായിട്ട് പോയി. അങ്ങനെ സദ്യ എല്ലാം കഴിച്ച് ഞങ്ങളൊന്ന് സെറ്റായി. ഈവനിങ് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു. നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് രാത്രിയിലത്തെ സദ്യ കഴിക്കാൻ പോകുന്നത്. അപ്പം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനൊരു മോനുമായിട്ട് ചെസ്സ് കളിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ചെസ്സൊക്കെ കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ചോക്കോബാർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണപ്പൻ ജയിച്ചു, അദ്ദേഹം ചോക്കോബാർ വാങ്ങിച്ചു കൊടുത്തു. അതിലും രസം വിനോദിന്റെ മോള് ജയിക്കുന്നവർക്ക് പഴം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ട് രസമായിരുന്നു. നല്ലൊരു ഈവനിങ് ആയിരുന്നു. വിനോദിന്റെ വീട്ടിലായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. സദ്യയൊക്കെ കഴിച്ചു, ഒത്തിരി സംസാരിച്ചിരുന്നു. നല്ലൊരു ഈവനിങ് ആയിരുന്നു. വിഷു ഇങ്ങനെ ഒരു അടിപൊളിയായിട്ട് പോകുന്ന പ്രതീക്ഷയില്ല. പക്ഷെ വളരെ നല്ല കളർഫുള്ളായിട്ട്, നല്ല മൈൽഡായിട്ട്, നല്ല കാം ഫീലിംഗ്, നല്ലൊരു ഫീലിംഗ് ആയിട്ട് തന്നെ ഞങ്ങളുടെ ഒരു വിഷു, ഈ ഒരു വർഷത്തെ വിഷു അടിച്ചു പൊളിച്ചു ഞങ്ങള്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം. ഞങ്ങളുടെ ഒരു വിഷു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. എല്ലാവിധ ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.